या नबी या रसूल या शफी अस्सलाम या नबी या रसूल या शफी अस्सलाम या नबी या रसूल या शफी अस्सलाम. പ്രപഞ്ചത്തിന്റെ നൂറായ തിരുദൂതരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ നാമത്തോട് ചേർത്തു വച്ച ഒരേ ഒരു നാമം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ പ്രവാചക സാന്നിധ്യം കൂടിയേ തീരൂ. പുന്നാര നബിയില്ലാത്ത ജീവിതം അത്രയും അർത്ഥശൂന്യമാണ്. സർവസവും സമർപ്പിച്ച സ്വഹാബത്തും ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തുടങ്ങി പ്രവാചകാനുരാഗികൾ നമുക്ക് മുന്നേ കടന്നുപോയി. ഷെയ്ഖ് സൈനുദ്ദീൻ റംലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പ്രിയ പൗത്രൻ റംലി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ഹംസ ബിൻ ജമാൽ റംലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പ്രവാചക പ്രണയത്തിൽ വിരിഞ്ഞ ഇഷ്ഖിൽ കോർത്ത വരികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. യാ റസൂൽ യാ ഹബീബല്ലാഹ് മുത്ത് മുസമ്മിലർ ത്വാഹ റസൂലിന്റെ തൃപ്പാദം ചുംബിക്കാനാശിച്ചു. മുന്തിയ പാദത്തിൽ കണ്ണുനീർത്തുള്ളികൾ ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു. ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു. മുത്ത് മുസമ്മിലർ ത്വാഹ റസൂലിന്റെ തൃപ്പാദം ചുംബിക്കാനാശിച്ചു. മുന്തിയ പാദത്തിൽ കണ്ണുനീർത്തുള്ളികൾ ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു. ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു. മോഹം പെരുത്തോരു നെഞ്ചിലെ നഞ്ച് നീക്കുവാൻ ഞാനേറെ ക്ലേശിച്ചു. മോഹം പെരുത്തോരു നെഞ്ചിലെ നഞ്ച് നീക്കുവാൻ ഞാനേറെ ക്ലേശിച്ചു. മോഹന സുന്ദരമാം മുഹബ്ബത്താൽ മീമോടടുക്കുവാൻ പ്രാർത്ഥിച്ചു. മീമോടടുക്കുവാൻ പ്രാർത്ഥിച്ചു. മോഹന സുന്ദരമാം മുഹബ്ബത്താൽ മീമോടടുക്കുവാൻ പ്രാർത്ഥിച്ചു. മീമോടടുക്കുവാൻ പ്രാർത്ഥിച്ചു. ശറഫാക്കപ്പെട്ട തൃപ്പാദം ചുംബിക്കാൻ ആഗ്രഹിച്ച് അവിടുത്തെ പാദത്തിൽ കണ്ണുനീർ തുള്ളികൾ ചിന്തുമോ എന്ന മനോവേദനയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. തുള്ളികൾ ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു. ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു. എല്ലാ അലങ്കാരങ്ങളും അവസാനിക്കുന്ന ദിവസം ചലനമറ്റ നമ്മുടെ ശരീരം മണ്ണിലേക്ക് എടുത്തു വെക്കുന്നതിന് മുന്നേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കാൻ നമുക്ക് സാധിക്കുമോ? നാഥൻ വിധിയേകട്ടെ. മൂന്നു കെട്ടും കെട്ടി മൂടുന്നതിൻ മുന്നേ മുത്തേ മുഖമൊന്ന് കാട്ടുമോ? മൂന്നു
കൽബകം പൂനിലാവാക്കുമോ കൽബകം പൂനിലാവാക്കുമോ മുന്തും ശരഫേറും പൂമുഖനൂറിനാൽ കൽബകം പൂനിലാവാക്കുമോ കൽബകം പൂനിലാവാക്കുമോ മുത്ത് മുസമ്മിലർ ത്വാഹ റസൂലിന്റെ തൃപ്പാദം ചുംബിക്കാനാശിച്ചു മുന്തിയ പാദത്തിൽ കണ്ണുനീർത്തുള്ളികൾ ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു ചിന്തും മദീനാൽ ഞാൻ ഖേദിച്ചു. അധർമ്മത്തിലൂടെ സഞ്ചരിച്ച നമ്മുടെ ഹൃദയം കറപുരണ്ടുപോയി. മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ സംസ്കരിച്ച് തിളക്കമാർന്ന അവസ്ഥയിലാക്കുന്ന ഇഷ്കും ഞങ്ങളിലില്ലാതെയായി. സമർപ്പിത ജീവിതമാണ് പരിഹാരമാർഗം. ഇഷ്കോടെ ജീവിച്ച് ഇഷ്കോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഇഷ്കിന്റെ മധുഹുലികൾ തേടി അലയുന്ന ആശിഖീങ്ങൾക്ക് റംലി ഉസ്താദിന്റെ വിസ്മയിപ്പിക്കുന്ന വരികൾക്ക് നമുക്ക് കാതോർക്കാം. ആശ പെരുത്തുണ്ട് സമർപ്പണം ചെയ്തിടാനാശിക്കായി എന്നെ ചേർത്തതില്ല. ഔദാര്യശീല സ്വരൂപനമുത്ത് മുഹമ്മദില്ലാത്തൊരു ജീവിതമേ വേണ്ട എനിക്കെന്റെ ത്വാഹയല്ലാത്തൊരു ഇഹപര ജീവിത സൗഖ്യവുമേ. ഇഷ്ടകനിയായ ഇഷ്ക് ഭുജിച്ചു ഞാൻ നൂറിലാറാടി മരിച്ചിടുവാൻ ഉള്ളകം തിങ്ങി നിറഞ്ഞൊരു ജീവിതം സമർപ്പണം ചെയ്യട്ടെ ത്വാഹവിലായ് സമർപ്പണം ചെയ്യട്ടെ ത്വാഹവിലാത്ത ജീവിതം എനിക്ക് വേണ്ട. ഇഷ്ക് ഭുജിച്ച് നൂറിലാറാടി മരിക്കുന്ന സുന്ദരമായ നിമിഷത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനായി റൗളാ ശരീഫിന്റെ കൊട്ടാരവാതുക്കൽ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. കാവ്യം രചിക്കുവാൻ കഴിവില്ല എന്നാലും കരയാനും അറിയില്ല ഈ ഭൃത്യന് ലോകരെ തൗബതൻ കണ്ണീരാൽ കഴുകിടാൻ കൽബകം മോഹം പെരുത്തുണ്ട് കഴിയുന്നില്ല മോഹം പെരുത്തുണ്ട് കഴിയുന്നില്ല. ഷരീഫ് എന്ന കൊട്ടാരവാതുക്കൽ പ്രജാവോടെ ഞാനെന്നും കാത്തു നിൽപ്പൂ. ഉമറിന്റെ സ്നേഹസായോജ്യത്തിൽ പൂനിലവെട്ടത്താലെത്തി നിൽപ്പൂ. ഇബ്ലീസിൻ മോഹവലയത്തിൽപ്പെട്ട് ഇഷ്കിന്റെ തീരത്ത് നിന്ന് എത്രയോ ദൂരത്താണ് നാം ഇപ്പോൾ. നിതാന്ത ജാഗ്രതയോടെയാണ് ഇഷ്കിന്റെ വഴിയിൽ നിന്ന് വിശ്വാസിയെ ഇബ്ലീസ് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഷ്ക് വരികളിലും പാട്ടിലും ഒതുങ്ങാതെ കൽബിൽ കുത്തിത്തറക്കട്ടെ. വിശ്വാസിയെ ത്രസിപ്പിക്കുന്ന റംലി ഉസ്താദിന്റെ ഇഷ്കിന്റെ മന്ത്രധ്വനികളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഇബ്ലീസിൻ മോഹ വലയത്തിൽ പെട്ടു ഞാൻ ഹൃത്തടം മലിമസമായി പോയി. ഇഖ്ലാസ് വേണം കഴുകിക്കളയുവാൻ ഇസ്തിഖാമത്തല്ലേ അതിന് മുഖ്യം. പുണ്യ റസൂലിന്റെ വിളി കേട്ട് പോരാടി ജീവൻ സമർപ്പിച്ച ഹംസത്തോരെ കണ്ണും കാതും കരളും മുഹദിന്റെ രണഭൂവിൽ ദീനിന് ദാനമായി നൽകിയോരേ
കാതുക്കൻ റജാവോടെ ഞാനെന്നും കാത്തു നിൽപ്പോ ഉമറിന്റെ സ്നേഹ സായുജ്യത്തിൽ പൂനില വെട്ടത്താലെത്തി നിൽപ്പോ കാവ്യം രചിക്കുവാൻ കഴിവില്ല എന്നാലും കരയാനും അറിയില്ല ഹേ ഭൃത്യന് ലോകരെ തൗബതൻ കണ്ണീരാൽ കഴുകിടാൻ കൽബകം മോഹം പെരുത്തുണ്ട് കഴിയുന്നില്ല മോഹം പെരുത്തുണ്ട് കഴിയുന്നില്ല. ഇഷ്കിന്റെ തീരം സുഗന്ധമാണ്, സുന്ദരമാണ്. മഹാനായ കവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇഷ്കിലാറാടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്തിയുടെ ഓളങ്ങൾ തീർത്ത് ശാന്തമായി ഒഴുകുന്ന ആത്മീയ ജലപ്രവാഹം അങ്ങയെ ഒരു നോക്ക് പോലും കാണാതെ നീ മടക്കല്ല റബ്ബേ. ആ നിമിഷം അവർണ്ണനീയമാണ്. ചുടുചുംബനങ്ങൾ അവിടുത്തേക്ക് സമർപ്പിക്കാൻ